പാക്കറ്റ് നൂഡിൽസിന് പകരം നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കാൻ നോക്കാം. 2 കപ്പ് മൈദ, പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡാപ്പൊടി, കുറച്ച് ഉപ്പും ഒരു 1.5 സ്പൂൺ ഓയിലോ വെളിച്ചെണ്ണോ എന്തെങ്കിലും ഒഴിക്കുക. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ എഗ് നൂഡിൽസ് ഉണ്ടാക്കണമെങ്കിൽ ഒരു മുട്ട ചേർക്കുക കേട്ടോ. നല്ല സോഫ്റ്റായി കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക. കുഴക്കാൻ വേണ്ടി 1 കപ്പ് വെള്ളം എടുത്തതിൽ ഇത്രേ ബാക്കിയുള്ളൂ കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസൊക്കെ മുറിച്ച് വെക്കാം. കുറച്ച് വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അരമണിക്കൂറായി. ഇനി മാവ് നമുക്ക് എടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കണം, എന്നാലും കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്താൽ മതി. ഇങ്ങനെ ഇങ്ങനെ വലിഞ്ഞിരിക്കണം, അതാണ് അതിൻ്റെ ഒരു പാകം കേട്ടോ. പിന്നെ അത് 2 ഭാഗമാക്കിയിട്ടുണ്ട്. ഒന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തണ പോലെ തന്നെ, ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് തിന്നും ആവണ്ട. ഒരു ചപ്പാത്തിൻ്റെയൊക്കെ ഒരു കനത്തിൽ തന്നെ പരത്താം. ഇനി ഇത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനപ്പോൾ ഈ ചപ്പാത്തി റോളർ ഇങ്ങനെ വെച്ചിട്ട് വളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണതുകൊണ്ട് കറക്റ്റ് അളവിലൊന്നും ഉണ്ടാക്കണില്ല, ജസ്റ്റ് അങ്ങനെ കട്ട് ചെയ്ത് വിടുന്നേ ഉള്ളൂ. അപ്പോൾ അതിനെടുത്ത് ഒന്നിങ്ങനെ കുടഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് പൊടി ഇട്ടിട്ട് അതിൽ മാറ്റി വെക്കാം. അല്ലെങ്കിൽ പൊടി ഇട്ടില്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ. ബാക്കിയുള്ള ഒരു റോളും ഞാൻ ഇതേപോലെ പരത്തി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിൽ കുറച്ച് ഉപ്പും 1 സ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഈ നൂഡിൽസ് കുറച്ചായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഇട്ട ഉടനെ തന്നെ അതിങ്ങനെ മുകളിലേക്ക് പൊങ്ങി വരും. അപ്പോൾ ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ബാക്കിയുള്ള നൂഡിൽസും അതുപോലെ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അത് വേവണ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഓയിലിൽ വെളുത്തുള്ളി അരിഞ്ഞതൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല മണമൊക്കെ വരുന്ന സമയത്ത് കുറച്ച് സ്പ്രിംഗ് ഓണിയനാണ് ഇപ്പോൾ ഞാൻ ഇട്ടത്, അതും ഒരു അരമിനിറ്റോളം ഇളക്കുക. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് ചേർക്കുക. ക്യാരറ്റും ക്യാപ്സിക്കും സവാളയാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇത് ഇളക്കണം കേട്ടോ. ഇനി നല്ലോണം ഒന്ന് സോട്ട് ചെയ്യുക. ഇന് എരിവിന് ആവശ്യമുള്ള കുരുമുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഇനി നമ്മൾ സാധാരണ നൂഡിൽസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ ചൈനീസ് ടൈപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത്, സോസുകളൊക്കെ ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ രീതിയിലും ഉണ്ടാക്കാം. പിന്നെ ഞാൻ ചില്ലി സോസും സോയ സോസും ടൊമാറ്റോ സോസൊക്കെയാണ് ഇതിൽ ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ആ നൂഡിൽസും കൂടെ ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് വെന്തിട്ടുണ്ട്. ഇനി അത് ഓഫാക്കിയിട്ട് വെള്ളം വാലാൻ വെക്കാം. സോസുകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇനി എരിവ് കൂടുതൽ വേണമെങ്കിൽ മാത്രം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇടാം. ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇനി നൂഡിൽസ് അതിൽ ആഡ് ചെയ്യുക. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മതി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയാൽ മതി. ഇപ്പോൾ ഡാർക്ക് സോയ സോസ് ആയതുകൊണ്ടാണ് ഈ ഒരു കൂട്ട് കുറച്ച് ഡാർക്കായി കാണുന്നത് കേട്ടോ. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രിസർവേറ്റീവും അജിനോമോട്ടോ ഒന്നും ഇല്ലാതെ ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയൊരു നൂഡിൽസാണ്. വീട്ടിലിങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം കേട്ടോ.